അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പുത്തൂർ ബണ്ണൂറിൽ നാം കണ്ട ഒരു ദൃശ്യം, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു മുസ്ലിം പെൺകുട്ടികളെ പിടിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ ഒരുപാട് ആളുകൾ അതിലൂടെ കമൻറ്റിലൂടെ പല വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, ഇവർക്കിത് തന്നെയാണ് ജോലി എന്ന രീതിയിലൊക്കെ. തീർച്ചയായും നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മുസ്ലിങ്ങളെ മാത്രമല്ല, വേശ്യാവൃത്തികൾ പലരും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമാകട്ടെ ഇത്തരക്കാരെ ഒരിക്കലും മുസ്ലിമായി അംഗീകരിക്കുന്നില്ല. ഇവർ മുസ്ലിം നാമധാരികളാണ്. മുസ്ലിം എന്നുള്ള പേര് മാത്രമാണ്. അള്ളാഹുവിൽ അടിപറച്ച് വിശ്വാസമുള്ളവർ, പരിശുദ്ധ ദീനിന് വിശ്വാസമുള്ളവർ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യൂല. ഒരാൾ ഒരു മുസ്ലിം പേര് വെച്ചതുകൊണ്ടോ, ഫർദ ധരിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ വേഷവിധാനങ്ങൾ ധരിച്ചതുകൊണ്ടോ ഒരിക്കലും മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരാളുടെ കോലത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ അവൻ്റെ ഹൃദയം ശുദ്ധി ഉണ്ടായിരിക്കണം. ഒരു ഫർദ ധരിച്ച ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മൊത്തം ആക്ഷേപിക്കലല്ല വേണ്ടത്. ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഹിന്ദു സഹോദരന്മാരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ മൊത്തത്തിന് ആക്ഷേപിക്കുക, അതൊരിക്കലും ഒരു മനുഷ്യൻ യോജിച്ച് എല്ലാത്തിനും നല്ലത് ചീത്ത എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത്തരക്കാർ ഒരു നാടിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് ആ നാടിനെ മൊത്തം ആക്ഷേപിക്കാൻ പാടില്ല. എത്ര നല്ല മനുഷ്യന്മാർ ഓരോ നാടുകളുണ്ട്, ഓരോ സമൂഹത്തിലുണ്ട്, സമുദായത്തിലുണ്ട്. അത്തരക്കാരെന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളവിടെ പലതും ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു മതത്തെ എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിയില്ലായ്മയാണ്, ബുദ്ധിശൂന്യതയാണ്. തീർച്ചയായും പലയിടത്തും പല വിധത്തിലുള്ള പല രീതിയിലും പലതും നടക്കുന്നുണ്ട്. ഇവിടെ പേര് മുസ്ലിമാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. മുസ്ലിമുകൾക്ക് ഇത് തന്നെയാണ് ജോലി, മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർക്ക് ഇത് തന്നെയാണ്. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ഇത് പറയുന്നത്. ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൂടുതലാകുന്നുണ്ട്. അങ്ങനെ പറയാം. മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കും. മനുഷ്യൻ തെറ്റ് ചെയ്യാതെ പിന്നെ ആരാണ് തെറ്റ് ചെയ്യുക? തെറ്റിനെ സമർത്ഥിക്കലല്ല ഇവിടെ ചെയ്യുന്നത്. ആ ചെയ്തവർക്ക് തീർച്ചയായും അർഹശിക്ഷ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാലും ഒരാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും ആക്ഷേപിക്കുക, തെറി പറയുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനത് യോജിച്ചതല്ല. തെറ്റ് ചെയ്തവൻ ഏത് സമൂഹത്തിൽപ്പെട്ടവനാണെങ്കിൽ അവനിക്ക് അർഹമായ ശിക്ഷ കൊടുക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലാതെ നാം അവരെക്കുറിച്ച്, അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ പേരിനെക്കുറിച്ച് പറഞ്ഞ് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലും കൂടുതലാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അതോടുകൂടി മൊത്തം ഉസ്താദുങ്ങളെ, മൊത്തം ആലിമീങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുക. അത് തന്നെയാണ് മറ്റു സമൂഹത്തിന്, ഇതര സമുദായത്തിൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ, നല്ലവരല്ല, ചില ആളുകൾക്ക് ഇത് തന്നെയാണുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആര് തെറ്റ് ചെയ്താൽ അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കേണ്ടതാണ്. അതല്ലാതെ ഒരു സമൂഹത്തെ, സമുദായത്തെ ആക്ഷേപിക്കുന്നത് അത് ബുദ്ധിയുടെ ശൂന്യതയാണ്. ആ കാര്യം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും പലതും പറയുക, കമൻറ്റിലൂടെ പലതും എഴുതുക എന്ന് പറയുമ്പോൾ അത് ഇത്രത്തോളം ഓരോരുത്തരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം എഴുതുന്നവനും അറിയില്ല.